ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 18ാം ലോക്സഭയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നന്ദിപ്രമേയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യസഭയിൽ മറുപടി നൽകും. അഴിമതിക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും രാജ്യം ആദ്യമെന്ന സമീപനവുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDA സർക്കാരിനെ ജനങ്ങൾ പിന്തുണയ്ക്കാൻ കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവർക്കും നീതി, ആരോടും പ്രീണനമില്ല എന്ന സമീപനമാണ് സർക്കാർ പിന്തുടർന്നത്. വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമെന്നും പാർലമെന്റിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചിട്ടും തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് പരാജയം നേരിടേണ്ടി വന്നതായി ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിച്ച പക്വതയെയും വിവേകത്തെയും ശ്രീ മോദി പ്രകീർത്തിച്ചു. കേരളത്തിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് TV ഇബ്രാഹിമാണ് ഇത് സംബന്ധിച്ച ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധികളെ നിയന്ത്രിച്ച് ശാശ്വത പരിഹാരമുണ്ടാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മലപ്പുറത്ത് ശാസ്ത്രീയമായ ഇടപെടലിന്റെ ഭാഗമായി രോഗം റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി വീണ ജോർജ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഈ മാസം 11 വരെയാക്കി വെട്ടിച്ചുരുക്കാൻ കാര്യോപദേശക സമിതി തീരുമാനം. നാളത്തെ സമ്മേളനവും ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 10-നാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 75-ലധികം പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. വലിയ ജനക്കൂട്ടം ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതിനെ തുടർന്നാണ് തിരക്കുണ്ടായതെന്ന് പോലീസ് അറിയിച്ചു. ദുരന്തത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ യുവതി കൊല്ലപ്പെട്ടതാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. കൂടുതൽ വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം അറിയിക്കാമെന്ന് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യുവതിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടി സെപ്റ്റിക് ടാങ്ക് തുറന്ന് പോലീസ് ഇന്ന് പരിശോധന നടത്തിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 5 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിത ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള 1031 അപേക്ഷകരിൽ അർഹരായവരെ മെഡിക്കൽ ബോർഡ് പരിശോധനയ്ക്ക് വിധേയമായി ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മെഡിക്കൽ ബോർഡ് ക്യാമ്പുകൾ വികേന്ദ്രീകൃതമായി നടത്താനും ആവശ്യമായ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ദുരിതബാധിതർക്ക് സൗജന്യ ചികിത്സ തുടരാൻ വേണ്ട തുക കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നൽകാനും തീരുമാനമായി. സംസ്ഥാനത്തെ 49 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 30-ന് ഉപതിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. വോട്ടെണ്ണൽ ജൂലൈ 31-ന് നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡിലും 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും 6 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 38 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതിരഞ്ഞെടുപ്പ്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MR സജേഷിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അനുശോചനം രേഖപ്പെടുത്തി. കരൾ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലെ പൊതുദർശനത്തിനു ശേഷം ഭൗതിക ശരീരം ജന്മനാടായ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്ററായിരുന്നു. ഇന്ത്യ വിഷൻ, കൈരളി, News 18 എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതലപ്പൊഴി വിഷയത്തിൽ ഒരു നടപടിയും തീരുമാനവും സർക്കാർ കൈക്കൊള്ളുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അശാസ്ത്രീയത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുതലപ്പൊഴിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓരോ വർഷവും കേരളത്തിൽ നിന്നുള്ള സിവിൽ സർവീസ് പരീക്ഷാ വിജയികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച സിവിൽ സർവീസ് വിജയികൾക്കുള്ള അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആകെ 54 പേരാണ് കേരളത്തിൽ നിന്ന് ഇത്തവണ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 37 ആയിരുന്നു. ബെറിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ബാർബഡോസിൽ കുടുങ്ങിയ T20 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ നാളെ വൈകിട്ടോടെ ഡൽഹിയിലെത്തിയേക്കും. ഇന്നലെ രാത്രി യാത്ര തിരിക്കേണ്ടിയിരുന്ന ടീം അംഗങ്ങൾ ചുഴലിക്കാറ്റിനെ തുടർന്ന് വിമാനത്താവളം അടച്ചതിനാൽ ബാർബഡോസിൽ കുടുങ്ങുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.